സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. ആലപ്പുഴയിലെ നെൽകർഷകരുടെ അവരുടെ സന്തോഷമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പാലക്കാട് കർഷകരുടെ പ്രതികരണം ഏത് രീതിയിലാണ്? വിൻഷ, തീർച്ചയായും. കാരണം ഇന്നലെയാണ് പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി നാടിൻ്റെ വികസനത്തെക്കുറിച്ചും അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനം നടത്തിയത്. അതിനുശേഷം പാലക്കാട്ടെ ജനത കേരളത്തിനൊപ്പം തന്നെ വളരെയേറെ സന്തോഷത്തിലാണ്. പ്രധാനമായും വിൻഷ പറഞ്ഞതുപോലെ തന്നെ നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പാലക്കാടിനും ഏറ്റവും വലിയ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം പാലക്കാട്ടെ ജനങ്ങളിലും കർഷകരിലും കാണാൻ വേണ്ടി സാധിക്കും. കാരണം നെല്ലിൻ്റെ താങ്ങുവില രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണ്. കേരളത്തിൽ ഇപ്പോൾ 30 രൂപ നെല്ലിൻ്റെ താങ്ങുവില ആക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കർഷകർക്ക് വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട്. നമുക്കൊപ്പം നിരവധി കർഷകർ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലടക്കം കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്, അവരുടെ സന്തോഷം എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഇത് സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ കാണുന്നത്? ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഇപ്പോൾ ഈ 30 രൂപയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നേരത്തെ ആക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ആക്കിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഇവിടെ പാലക്കാട് നമ്മളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കർഷകരുടെ ചിലവ് വർധനവുണ്ട്. കൂലി ചിലവുകളും മറ്റു കാര്യങ്ങളിലും വളത്തിനൊക്കെ വില കൂടുതലാണ്. അതിൽ ഇങ്ങനെ കൂട്ടിത്തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് നെല്ല് സംഭരിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പൈസ എല്ലാം കൊടുത്ത് എല്ലാ കർഷകരെയും ഒന്നും കൂടി സന്തോഷിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് നന്നായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കും. കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സർക്കാർ. ഹലോ, ഞാൻ വളരെ 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 സന്തോഷമുണ്ട്. ഈ താങ്ങുവില 2 രൂപ കൂട്ടിയതിൽ വളരെ സന്തോഷമാണ്. കൃഷിക്കാർക്ക് കൃഷി ഇനി ഇറക്കാനുള്ളൊരു പ്രചോദനം ഇതിൽ നിന്ന് ഉണ്ടാകും. പിന്നെ അടുത്തതായി നമ്മൾ പച്ചനെല്ല് കൂടി സംഭരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ച് പെട്ടെന്ന് ഇതാക്കണം. പിന്നെ താങ്ങിനെടുത്ത നെല്ലിൻ്റെ പൈസകൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ കൃഷിക്കാർക്ക് എത്തിക്കണം. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കൃഷി ഇറക്കാൻ വളരെ മടിച്ചിട്ടാണ് ഇതുവരെ ഇരുന്നത്. ഈ താങ്ങുവില 30 രൂപയാക്കിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാ കൃഷിക്കാർക്കും അത് വളരെ ഒരു ഇതുണ്ട്. സർക്കാരിനോട് നന്ദി പറയണം. കർഷകർക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണല്ലേ? തീർച്ചയായും ഈ വൈകിയ വേളയിലും 30 രൂപ ആക്കിയത് കർഷകർക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് കൃഷി ഇറക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഈ വിലവർധന കൊണ്ട് കൃഷിക്കാർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നെല്ലെടുപ്പ് സംവിധാനം കൂടി പൂർത്തീകരിച്ച് നെല്ലെടുക്കാനുള്ള ഒരു ഇതുകൂടി ചെയ്തു തരണം എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. എന്തായാലും മതിയായ സന്തോഷത്തിലാണ് ഞങ്ങൾ പാലക്കാടുള്ള നെൽകർഷകർ. സന്തോഷം പറഞ്ഞ 30 രൂപ ആക്കിയത് വളരെ സന്തോഷം തന്നെ. അത് മുഖ്യമന്ത്രി പറയാനെടുത്തതിന് വലിയൊരു സന്തോഷം. ഇന്നലെ 5-6 പേര് എന്നെ വിളിച്ചു, 30 രൂപയാക്കിയല്ലോ, നമുക്ക് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത കൃഷി ഇറക്കാനും കൂടി ഒരു സൗകര്യത്തിന് ഗവൺമെൻറ് വേണ്ട സഹകരണങ്ങൾ കൃഷിക്കാർക്കൊരു പ്രയോജനം വന്നിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ മുഖ്യമന്ത്രിക്കൊരു നന്ദി, കൈരളി ചാനലിൻ്റെ ഒരു നന്ദി. ഓക്കെ, തീർച്ചയായും വിൻഷ, അത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കും നമ്മുടെ കൈരളി ചാനലിനടക്കം നന്ദിയാണ് കർഷകരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരെല്ലാം തന്നെ വളരെയേറെ സന്തോഷത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വിൻഷ.